ഞാനിപ്പോൾ ഉള്ളത് നന്ദി ഹിൽസിൻ്റെ മുകളിലോട്ട് കയറുന്ന ആ ഒരു വഴിയുടെ ആ ഒരു ഭാഗത്തായിട്ടാണ്. അപ്പോൾ ഇന്ന് ഒട്ടേറെ പ്രത്യേകതയുള്ള ഒരു വീഡിയോ ആയിരിക്കും. കാരണം നോർമലി നമ്മൾ നന്ദി ഹിൽസ് വിസിറ്റ് ചെയ്യുന്ന നേരത്ത് ആ ഒരു വൈബും മഞ്ഞ് നിറഞ്ഞുള്ള ആ ഒരു കാഴ്ചയും അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. പക്ഷെ ഒട്ടേറെ കഥകളുണ്ട് ഇന്ന് ഈ ഒരു നന്ദി ഹിൽസിനെ കുറിച്ച്. ഒരിക്കലും നിങ്ങൾ കേൾക്കാത്ത ചില സീക്രട്ട് സംഭവങ്ങളുണ്ട്. അതിന്ന് ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഇന്ന് ഞാൻ നന്ദി ഹിൽസിലോട്ട് വന്നിരിക്കുന്നത്. മാത്രമല്ല ഈ അതിമനോഹരമായ റോഡ് ഏകദേശം 10-12 കിലോമീറ്റർ ഉണ്ട് ഈ നന്ദി ഹിൽസിലോട്ട്. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ വരുന്ന വഴിക്ക് എന്താ സംഭവം എന്ന് വെച്ചാൽ, ഒരു ബാംഗ്ലൂരിൽ വെച്ച് ഞാൻ രാവിലെ ഏകദേശം ഒരു 8 മണിക്ക് ശേഷമാണ് ഞാൻ പുറപ്പെട്ടത്. ഒരു കാറുകാരൻ സഡനായിട്ട് റൈറ്റിലോട്ട് എടുത്തു. എൻ്റെ ഹാർട്ട് പെട്ടെന്ന് നിന്ന പോലെയായി. ഇവിടെ തട്ടി സ്ക്രാച്ചൊക്കെ ആക്കി, കണ്ടില്ലേ? ഇപ്പം സ്ക്രാച്ചായി. ഈ ഒരു ഭാഗത്തും വണ്ടിയുടെ സ്ക്രാച്ച് ഇവിടെ. ഇന്ന് വീക്കെൻഡ് അല്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ട് മുകളിലോട്ട്. ഒട്ടേറെ ചരിത്രമുള്ള ഈ ഒരു നന്ദി ഹിൽസ് ഏകദേശം 90 ഏക്കറയാണ് ഈ ഒരു സ്ഥലം, ഈ ഒരു ഫോർട്ടിൻ്റെ ഭാഗം സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒട്ടേറെ പ്രത്യേകതയുള്ള പല കാര്യങ്ങളുണ്ട്. ഞാൻ മുകളിലോട്ട് ചെന്ന് പറഞ്ഞുതരാം. ഇപ്പം ഞാൻ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു നന്ദി ഹിൽസ് മെയിനായിട്ട് നമുക്ക് ഈ ഒരു ഡ്രൈവ് മാത്രമല്ലാതെ നമുക്ക് ട്രക്ക് ചെയ്ത് ഈ ഒരു നന്ദി ഹിൽസിൻ്റെ ഭാഗങ്ങൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ പറ്റുന്ന ചിലപ്പം ട്രക്ക് ചെയ്തുകൊണ്ടായിരിക്കും. അപ്പം ഇങ്ങോട്ട് നന്ദി ഹിൽസിലോട്ടുള്ള ഒരു KSRTC ബസ്സാണെന്ന് തോന്നുന്നു, കണ്ടില്ലേ? നമ്മുടെ വണ്ടി ഇവിടെ നിൽപ്പുണ്ട്. ഞാൻ തിരിച്ചു വെച്ചിരിക്കുകയാണ് ഈ ഒരു കാര്യം പറയാൻ വേണ്ടി. എൻ്റെ പുറകെ കണ്ടില്ല ഒരുപാട് റോഡും ക്വാരീസും ഒക്കെ നമുക്ക് കാണാം. അപ്പോൾ പിന്നെ ഈ ഒരു നന്ദി ഹിൽസിൽ ഇവിടെ ഗാന്ധിജി, നെഹ്റു അവരൊക്കെ വന്ന്, ഗാന്ധിജി ഏകദേശം ഒരു 65 ദിവസത്തോളം ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ട്. നെഹ്റു അവരൊക്കെ വന്ന് താമസിക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു സംഭവം ഉണ്ടായിരിക്കുമല്ലോ. അത്രയ്ക്കും ഒരു വൈവിധ്യമേറിയ ഒരു കാഴ്ച ആയിരിക്കുമല്ലോ, ഇല്ലെങ്കിൽ ആ ഒരു വൈബ് ആയിരിക്കുമല്ലോ നന്ദി ഹിൽസിൻ്റെ മുകളിലുള്ളത്. അപ്പം നമുക്ക് പോവാം. നല്ല തണുത്ത കാലാവസ്ഥയാണ്. മാത്രമല്ല ടിപ്പു സുൽത്താനൊക്കെ ഇവിടെ സമ്മർ പാലസ് പണിയണമെങ്കിൽ അപ്പോഴത്തെ കാലത്ത് AC ഒന്നും ഇല്ലല്ലോ. സമ്മർ പാലസ് എന്ന് പറയുമ്പം അതൊരു AC ഉള്ള വീട്, അത് നന്ദി ഹിൽസിൻ്റെ മുകളിലാണ് ഉള്ളത് അപ്പോഴത്തെ കാലത്ത്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. നമുക്ക് മുകളിലോട്ട് ചെന്നിട്ട് ബാക്കി കാഴ്ചകൾ നമുക്ക് കാണാം. നമുക്ക് ഈ റോട്ടിക്കര കയറി വരുമ്പോൾ തന്നെ കോട്ടയുടെ ആദ്യത്തെ വാതിലാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം നമുക്ക് ഒന്നാമത്തെ വാതിലോട്ട് നമുക്ക് എൻ്റർ ചെയ്യാം. ഇതാണ് ശരിക്കുള്ള ആ ഒരു കോട്ടയുടെ വാതിൽ. വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് ടിക്കറ്റ് കളക്ട് ചെയ്യണം. ചില സമയത്ത് നമുക്ക് ഈ മുകളിലോട്ട് കയറുന്ന വഴിക്കായിരിക്കും ചിലപ്പോൾ ടിക്കറ്റ് കളക്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്, അവിടെ നമുക്ക് പോയി ചോദിച്ച് നോക്കാം. ഈ സ്ഥലത്ത് നമ്മൾ ടിക്കറ്റ് എടുത്ത് മുകളിലോട്ട് കയറുവാണ്. സത്യം പറഞ്ഞ ടിക്കറ്റ് എടുക്കുമ്പോൾ ഞാൻ ശശിയായിപ്പോയി. കാരണം ജിയോ നെറ്റ്വർക്ക് ഇവിടെ ഇല്ല. അപ്പം സർക്കിൾ നെറ്റ്വർക്ക് കിട്ടുമെന്ന് പറഞ്ഞു, പക്ഷേ ഒരു രക്ഷയില്ല. അവസാനം ഒരു ടാക്സി ഡ്രൈവറിനെ ഒപ്പിച്ച് ഒരു 50 രൂപ ട്രാൻസ്ഫർ ചെയ്തിട്ട് നെറ്റ് കണക്ട് ചെയ്തിട്ടാണ് ഞാനൊരു 50 രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തത്. അപ്പോൾ നമ്മൾ ഏകദേശം ഈ ഒരു ഉള്ളിലോട്ട് നമ്മൾ എൻ്റർ ചെയ്യുകയാണ്. നമ്മൾ കയറി വരുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് സൺറൈസ് വ്യൂ പോയിന്റിലോട്ട് പോകുന്ന വഴി കാണാം. പക്ഷേ എല്ലാവരും ഈ ഒരു വഴി പോയിട്ടാണ് പെട്ടെന്ന് എക്സിറ്റ് ചെയ്ത് വരാറ്. പക്ഷേ ശരിക്കുള്ള നമുക്ക് ഇതൊരു ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലം എന്ന് വെച്ചാൽ ഞാൻ പറയുന്ന വഴിയാണ് നമുക്ക് പോകാനുള്ളത്. ഉള്ളിലോട്ട് സൺറൈസ് പോയിന്റിലോട്ട് പോകാൻ വേണ്ടി കർണാടക ടൂറിസം, അതായത് KSTDC തന്നെ ഒരു ചെറിയൊരു ബസ്സുണ്ട് പച്ച കളറുടെ. അതിൽ വേണമെങ്കിൽ നമുക്ക് കയറി മുകളിലോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു മിർസം ഇസ്മായിൽ റിനോവേറ്റ് ചെയ്തെടുത്ത ഒരു എന്താ പറയുക ഒരു കുളം കാണാം നമുക്കിവിടെ. ആദ്യമായിട്ട് കയറി വരാൻ നേരത്ത് ഇവിടെ മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക്. അപ്പം ഇതിൻ്റെ സംഭവങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഇതിൻ്റെ ചുറ്റും ഒന്ന് ഞാൻ കറങ്ങിയിട്ട് വരട്ടെ. നമുക്ക് ഇവിടെ ഒരു കുപ്പേജ് പാർക്കുണ്ട്, കണ്ടില്ലേ? ഇവിടെ ഒരു കുപ്പേജ് പാർക്കുണ്ട്. അവിടെ നമുക്ക് എൻട്രി ഇല്ല, അതായത് സാധാരണക്കാർക്ക് എൻട്രി ഇല്ല. സ്പെഷ്യൽ പെർമിഷനൊക്കെ എടുക്കുവാണെങ്കിൽ മുകളിലോട്ട് കയറാം, പക്ഷേ ഇപ്പം നമ്മളെ കയറ്റി വിടത്തില്ല. ഇവിടെ നമുക്ക് ഒരുപാട് മയൂര പിൻടോപ്പ് നന്ദി ഹിൽസ്, അതായത് ഒരുപാട് കോട്ടേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആദ്യമായിട്ട് കയറി വരാൻ നേരത്ത് ഇതൊക്കെ ഇൻ്റർലോക്ക് കിട്ട റോഡാണ് കാണാൻ സാധിക്കുന്നത്. ടിപ്പുവിടെ സമ്മർ പാലസ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്, കണ്ടില്ലേ? അപ്പോൾ നമ്മൾ ട്രക്ക് ചെയ്ത് വരാൻ നേരത്ത് നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു സ്ഥലം എന്ന് വെച്ചാൽ ഈ ഒരു സമ്മർ പാലസ് ആയിരിക്കും ടിപ്പുവിടെ. ഒരു സമ്മർ പാലസിൻ്റെ ചുറ്റും നമുക്ക് ഓരോ പണികൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടുണ്ട്. ഞാൻ മുമ്പ് വരാൻ നേരത്ത് ഇതൊക്കെ ഇവിടെ ഇല്ലായിരുന്നു. അപ്പം നല്ല രീതിയിൽ ഇവർ
ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവരുന്നുണ്ട് ഈ ഒരു ഭാഗത്ത്. അങ്ങ് ദൂരെ നമുക്ക് ഒരുപാട് പേര് പണിയെടുക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. താഴെ ടിക്കറ്റ് കൗണ്ടറിൽ ഞാൻ പുള്ളിക്കാരനോട് നെറ്റ് ഒന്ന് കണക്ട് ചെയ്ത് തരുമോയെന്ന് ചോദിച്ചു. പക്ഷേ ഒരു ദാക്ഷിണ്യം കാണിച്ചില്ല. അവസാനം അവിടെ ഒരു ടാക്സി ഡ്രൈവർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരനെ പരിചയപ്പെട്ട് ഒരുപാട് സംസാരിച്ച് പൈസ തന്നു. അങ്ങനെയാണ്. ചില നല്ല ആൾക്കാരുണ്ടാവും, കുറച്ച് മോശപ്പെട്ട അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. അതാണ്. അപ്പോൾ നമ്മളിവിടെ ടിപ്പുടെ ആ ഒരു സമ്മർ പാലസിലോട്ട് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പഴയ ഒരു കെട്ടിടമാണ്, പക്ഷേ ഒരു റെഡ് പെയിൻറ്റ് കൊടുത്തിട്ട് ഇങ്ങനെ നിലനിർത്തിയിട്ടുണ്ട്. ടിപ്പുടെ സമ്മർ റെസിഡൻസ് ആണ് ഇവിടെ കാണുന്നത്. സമ്മർ പാലസ് ഹൈദരാലി ഇതിൻ്റെ പണി തുടങ്ങിയിട്ട് ടിപ്പു സുൽത്താൻ്റെ ആ കാലഘട്ടത്തിലാണ് ഇതിൻ്റെ പണി ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഈ ഒരു നന്ദി ഹിൽസിലോട്ടുള്ള പഴയ ഒരു വഴി കാണുന്നത്. അതായത് ഈ ഒരു സമ്മർ പാലസില്ലേ, ഈ ഒരു പാലസിൽ നിന്നും നമ്മളിങ്ങനെ ഇറങ്ങിപ്പോകണം. അതായത് ട്രക്ക് ചെയ്ത് മുകളിലോട്ട് കയറി വരുവാണെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്നത് ഈ ഒരു ടിപ്പുവിൻ്റെ സമ്മർ പാലസ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു വഴിയാണ് നമ്മൾ താഴെ നിന്ന് കയറി വരാനുള്ളത്. അങ്ങ് ദൂരെ നമുക്ക് താഴെ ഒരുപാട് വീടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വഴിയാണ് 1921 കാലഘട്ടത്തിൽ 21-36 കാലഘട്ടത്തിൽ ഗാന്ധിജി ഈ ഒരു സ്റ്റെപ്പ് കയറി നമുക്ക് മുകളിലോട്ട് പോയിട്ടുള്ളത് ഉള്ള ചരിത്രം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഗാന്ധിജി ഈ ഒരു മലനിര, അപ്പത്തെ കാലത്ത് ആ ഒരു സമയത്ത് റോഡില്ലായിരുന്നു, ഈ ഒരു വഴിയാണ് കയറി മുകളിലോട്ട് പോയിട്ടുള്ളത്. അപ്പം ഇവിടെ നമുക്ക് കയറി വരുമ്പോൾ ആദ്യം കാണാൻ സാധിക്കുന്നത് ടിപ്പുടെ സമ്മർ പാലസ് ആണ്. അപ്പോൾ താഴെ ഒരു അമ്പലമുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇറങ്ങി പോകാറുണ്ട്. അപ്പം ശരിക്കും ഈ ഒരു മലമുകളിലോട്ട് കയറി വരണമെങ്കിൽ നമ്മൾ ട്രക്ക് ചെയ്ത് തന്നെ വരണം. അപ്പോഴായിരിക്കും അതിൻ്റെ ശരിക്കുള്ള ബ്യൂട്ടി നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. ഇപ്പം നമ്മൾ വണ്ടിയിൽ കയറി വന്നതേ ഉള്ളൂ. ഇതുപോലെ കല്ലിട്ട സ്റ്റെപ്പാണ് കാണാൻ സാധിക്കുന്നത്. പതിയെ പതിയെ നമ്മൾ ഈ പക്ഷി ഇലക്കുന്ന ശബ്ദമൊക്കെ കേട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തണുത്ത കാലാവസ്ഥ. ഇവിടെ രാവിലെയൊക്കെ മഞ്ഞായിരുന്നു, കണ്ടില്ലേ, ഇലയിൽ മൊത്തം വെള്ളം വീണ് കിടക്കുവാണ്. നമുക്ക് ലെഫ്റ്റ് സൈഡായിട്ട് നമുക്ക് ആ ഒരു താഴ്വാരം നമുക്ക് കാണാൻ സാധിക്കും. ഈ വഴിയാണ് ഇപ്പോൾ ഞാൻ കയറി വന്നത്. അപ്പോൾ ഇങ്ങനെ കയറി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെയുള്ള ഇഷ്ടംപോലെ വാച്ച് ടവേഴ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ഒരു ലെഫ്റ്റ് സൈഡായിട്ട് കണ്ടില്ലേ. മുൻപ് ഈ ഒരു ഭാഗത്ത് നിന്നായിരുന്നു ഈ ഒരു മലയിലോട്ട് കയറി വരാൻ വേണ്ടി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തിലാണ് വാച്ച് ടവർ കാണാൻ സാധിക്കുന്നത്. കണ്ടില്ലേ, നമുക്കിവിടെ അതിവിശാലമായ ഒരു ഗ്രാമപ്രദേശം, ആ ഒരു പാടങ്ങളും മലനിരകളും ഇങ്ങനെ കാണാൻ സാധിക്കും. ഭാഗത്ത് നിന്നാണ് ട്രക്ക് ചെയ്ത് മുകളിലോട്ട് കയറി വരാനുള്ളത്. അപ്പോൾ ഇവിടെ പോയി അവിടെ ആയിട്ട് നമുക്കൊരു വാച്ച് ടവർ കാണാം, കണ്ടില്ലേ, അങ്ങ് ദൂരെ. അപ്പോൾ താഴെ വരെ അവിടെ ഒരു അമ്പലം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ മുകളിലോട്ട് വീണ്ടും കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഏകദേശം എത്ര കിലോമീറ്റർ ഞാൻ നടക്കുമെന്ന് അറിയത്തില്ല. പക്ഷെ എന്തായാലും സംഭവം കൊള്ളാം. ഒറ്റയ്ക്കാണെങ്കിൽ അതിൻ്റെ ഒരു ഫീലുണ്ട്, ഇപ്പോൾ ഗ്രൂപ്പായിട്ട് ഫ്രണ്ട്സ് ആണെങ്കിൽ അതിൻ്റേതായ ഒരു ഫീലും ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും ആ സൺറൈസ് വ്യൂ പോയിൻറ്റിൽ ലക്ഷ്യം വിട്ട് പോവാതെ നിങ്ങളൊന്ന് ലെഫ്റ്റ് എടുത്ത് വരിക. അതായത് ഈ കോട്ടയുടെ ചുറ്റും നമ്മൾ നടന്ന് വേണം. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ കോട്ടേജും കാര്യങ്ങളൊക്കെ നമുക്ക് ഇരിക്കുന്നത് കാണാം. അവിടെ കയറി വന്നപ്പോൾ ഇവിടെ നമുക്ക് അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ച കാണാൻ പറ്റുന്നത്. ഒരു വിശാലമായിട്ട് അവിടെ നമുക്ക് താഴെ റോഡൊക്കെ പോയിരിക്കുന്നത് കാണാം, കണ്ടില്ലേ. ആ ഒരു മലനിരകളൊക്കെ അങ്ങനെ നിൽക്കുന്നു. ആ ഭാഗത്ത് കുറച്ച് വെയിലുണ്ട്. പിന്നെ കോടയല്ല, മഴക്കാർ കുറച്ച് മൂടിയിട്ടുണ്ട്. ഇതുപോലെ ഇഷ്ടംപോലെ കോട്ടേജസ് കാണാം. നമുക്ക് മയൂര എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റിൽ നമുക്ക് ബുക്ക് ചെയ്യണമെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്ന് വീക്കെൻഡ് അല്ലാത്തതുകൊണ്ട് ഇവിടെ ഒന്നും കാണാൻ പറ്റുന്നില്ല ആൾക്കാരെ, അതുകൊണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഡോറൊക്കെ ഓപ്പൺ ആയി കിടപ്പുണ്ട്, പക്ഷേ ആൾക്കാരുടെ താമസം ഡൗട്ടാണ്. അങ്ങോട്ട് നമുക്ക് ആ ഒരു കാട് പ്രദേശമാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ വഴി നമ്മൾ നടന്ന് മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനത്തെ ഇഷ്ടംപോലെ ഇടവഴികളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1851 സീ ലെവൽ ഉയരത്തിലാണ് ഈ ഒരു നന്ദി ഹിൽസ് സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്ന കോട്ടേജിലൊക്കെ താമസിക്കാൻ നേരത്തെ അത്യാവശ്യം നല്ല വൈബായിരിക്കും, കണ്ടില്ലേ. ഇവിടെ നിന്നാൽ നമുക്ക് നോക്കുമ്പോൾ താഴെ അതിമനോഹരമായ ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ കോട്ടയുടെ പല ഭാഗങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും, കണ്ടില്ലേ. ഇങ്ങനെ കഴിവരിയായിട്ട് ഇങ്ങനെ കെട്ടി ഇങ്ങ് പോകുന്നുണ്ട് ഒരുപാട് നീളത്തിൽ. അവിടെ നമുക്ക് താഴെ ഒരുപാട് കോട്ടേജും കാര്യങ്ങളും അവിടെ കാണാൻ സാധിക്കും. അതും കണ്ടുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കയറ്റമാണ്,
നമുക്ക് ക്യാമറയിലൂടെ കാണാൻ പറ്റുന്നില്ല. പക്ഷേ ഈ ഭാഗത്ത് കുറച്ച് കയറ്റമുണ്ട്. ഇതൊക്കെ കയറി വേണം നമുക്ക് മെല്ലെ മെല്ലെ ആസ്വദിച്ച് പോകാൻ വേണ്ടി. അപ്പോൾ അത്യാവശ്യം നിഴലൊക്കെ ഉണ്ട്, ഈ മരമൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കോട്ടയുടെ ആ ഒരു ഭാഗം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും, കുറച്ച് കർവ്ഡ് ആയതുകൊണ്ട് തന്നെ. അപ്പം റോഡ് ഇങ്ങനെ പോകുന്നുണ്ട്, റോഡല്ല, ഒരു ഫുട് പാത്ത്. അതുപോലെ തന്നെ നേരത്തെ കണ്ട ആ ഒരു കാഴ്ച തന്നെയാണ്, പക്ഷെ വീണ്ടും കാണിച്ചതേ ഉള്ളൂ. ഒരുപാട് ഔഷധ വൃക്ഷങ്ങളും ഔഷധ സസ്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾ രാവിലെ ഇവിടെ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വൈകുന്നേരം ആയ ശേഷമേ ഇവിടെ എക്സിറ്റ് ചെയ്ത് പോകാൻ പാടുള്ളൂ. കാരണം ഈ ഒരു കാറ്റും ആ ഒരു ബാംഗ്ലൂർ നഗരത്തിൽ പുകയും പൊടിമണ്ണൊക്കെ നമ്മൾ വെച്ചിട്ട് ഒരു ദിവസമെങ്കിലും ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്ന് നിങ്ങൾ ഒരു ദിവസം മൊത്തമായിട്ട് ഇവിടെ സ്പെൻഡ് ചെയ്യണം. കാരണം അത്രത്തോളം ഉണ്ട്. നമുക്ക് ഒരു സ്ഥലത്ത് നിങ്ങളിരുന്ന് അടുത്തെങ്കിൽ അടുത്ത സ്ഥലത്തോട്ട് പോകാം, ഒരുപാട് ഫോട്ടോസ് എടുക്കാം, റീൽസ് എടുക്കാം, ചുമ്മാ ഇരിക്കാം, പല ആലോചനകൾ നമ്മൾ ഇങ്ങനെ ഇരുന്ന് നമുക്ക് ആലോചിക്കാം. അതിനുള്ള ഒരു സ്പേസാണ് ഇവിടെ ഉള്ളത്. ഞാനിപ്പം മുകളിലോട്ട് കയറി വന്നുകൊണ്ടിരിക്കുക നേരത്തെ ഇത് കൂട്ട് ഒരുപാട് ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഇങ്ങനെ ഇരുന്നേക്കുവാണ്. ഒരുപാട് മുകളിൽ ഷെൽട്ടറുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വ്യൂ ആസ്വദിച്ചുകൊണ്ട് നല്ല രീതിയിൽ കാറ്റടിക്കുന്നുണ്ട്, തണുത്ത കാറ്റും. പിന്നെ ക്വീൻ എലിസബത്തും ഈ ഒരു സ്ഥലത്ത് വന്ന് താമസിച്ചിട്ടുണ്ട്. അത് ഞാൻ താമസിച്ച ആ ഒരു കെട്ടിടമൊക്കെ ഞാൻ പിന്നീട് കാണിച്ചു തരാം, കുറച്ച് മുകളിലോട്ട് ചെന്നിട്ട്. ഇവിടെ നമുക്ക് ഒരുപാട് കാറൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം. നിങ്ങൾ ചിലപ്പോൾ ചോദിക്കാം, കാറ് താഴെ വരെ മാത്രമല്ലേ ഉള്ളൂ, ഇങ്ങനെ മുകളിലോട്ട് വന്നു. പക്ഷേ ഇവിടെ ഗാന്ധി നിലയം എന്ന് പറഞ്ഞ കോട്ടേജ് ഇല്ലേ, അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ കാറാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കുരങ്ങൊക്കെ ഇതിന് മുകളിലിരിക്കുന്ന കണ്ടില്ലേ. ഇവിടെ നമുക്ക് 2 ഷെൽട്ടറുകൾ കാണാം. അത്യാവശ്യം ഫോട്ടോജനിക് ആയിട്ടുള്ള രീതിയിലാണ് 2 ഷെൽട്ടർ നിലനിൽക്കുന്നത്. അപ്പോൾ ഏതിലെങ്കിലും ഒന്നിൽ നമുക്കിപ്പോൾ കയറാം. അപ്പം ഇരുമ്പിൻ്റെ ഷെൽട്ടറാണ് ഇവിടെ കാണുന്നത്. മൊത്തം ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയ ഷെൽട്ടർസ്. 1791 കാലഘട്ടത്തിൽ ടിപ്പുയുടെ കയ്യിലുണ്ടായിരുന്ന ഈ ഒരു കോട്ട ലോർഡ് കോൺവാലിസും പിന്നെ അസിസ്റ്റൻ്റായ മേജർ ഗൗഡിയും കൂടെ ചേർന്നിട്ട് ഏകദേശം 3 ആഴ്ചയിലെ യുദ്ധത്തിൽ ഈ ഒരു കോട്ട അവരുടെ കയ്യിലോട്ട് വന്നു. 1791 തൊട്ട് 1947 വരെ ഈ ഒരു കോട്ട ബ്രിട്ടീഷരുടെ കയ്യിലായിരുന്നു. നമുക്ക് ഗാന്ധി നിലയ ഗസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞിട്ടൊരു ഗസ്റ്റ് ഹൗസ് കാണാം. അപ്പോൾ ഈ ഒരു ഭാഗത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് തന്നെ ഈ ഒരു ഭാഗത്ത് ബി-ടെക് മൂവിൻ്റെ പാട്ടൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ബൈക്കിൽ കയറി വരുന്ന വഴിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് റെസ്ട്രിക്റ്റഡ് പ്ലേസ് ആണ്. എന്നാലും നമുക്ക് അവിടെ പോയിട്ട് ഷൂട്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തായിരുന്നു. അപ്പോൾ ഈ ഒരു സ്ഥലം, ഈ ഒരു ഗാന്ധി നിലയം എന്ന് പറഞ്ഞ സ്ഥലം മുമ്പ് മാർക്കബൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ലോർഡ് കണ്ണിംഗ്ഹാം ആണ് ഈ ഒരു കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ ചുറ്റും ഒരുപാട് ഓക്ക് ട്രീ ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു ഇതിന് ഓക്ക്ലാൻഡ് എന്ന് പേര് വന്നത്. അതിനുശേഷം 1927 പിന്നെ 1936 കാലഘട്ടത്തിൽ ഇവിടെ ഗാന്ധിജി വന്ന് താമസിച്ചുകൊണ്ട് ഗാന്ധി നിലയം എന്ന പേരും വന്നു. അതിനുശേഷം ക്വീൻ എലിസബത്ത് അവരൊക്കെ വന്ന് താമസിച്ചിട്ടുള്ള ഒരു കെട്ടിടമാണ് ഇവിടെ കാണുന്നത്. പബ്ലിക് എൻട്രി റെസ്ട്രിക്റ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇങ്ങോട്ട് കോട്ടേജൊക്കെ ഉള്ളത് ഇങ്ങോട്ടാണ്. നമുക്ക് ഉടമ്പരെ പോയിട്ട് നോക്കിയിട്ട് വരാം. കണ്ടില്ല, അതിനുശേഷമാണ് ഇവിടെ ഒരു ഗാന്ധിയുടെ സ്റ്റാച്ചു സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ ഏകദേശം നേരത്തെ പറഞ്ഞാലൊരു ചെറിയ തിരുത്തുണ്ട്. 45 ദിവസത്തോളമാണ് ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം 1927 1936 വന്നിരിക്കുന്നത്. അതായത് ആസ്മ പിന്നെ ബ്ലഡ് പ്രഷർ അങ്ങനെ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായിരുന്നു. ഡോക്ടറിൻ്റെ ഒരു സജഷൻ പ്രകാരമാണ് ഗാന്ധി ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ 2 പ്രാവശ്യം വന്നു. അപ്പം നമ്മൾ ഇപ്പോൾ കാണുന്ന ആ റോഡൊന്നും അവിടെ ഇല്ലായിരുന്നു. ട്രക്ക് ചെയ്തായിരുന്നു മുകളിലോട്ട് കയറി വന്നത് ആ ഒരു സമയത്ത്. അങ്ങനെയാണ് ഈ ഒരു എന്താ പറയുക വോക്ക് ലാൻഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തിന് ഗാന്ധി നിലയം എന്നുള്ള പേര് വന്നത്. അപ്പം അവിടെ VIP ഗസ്റ്റിന് മാത്രമാണ് താമസിക്കാൻ പറ്റുന്നതെന്നാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. സാധാരണക്കാർക്ക് എന്തേ പറ്റൂടെ. അപ്പോൾ ഈ സ്ഥലത്തിനോട് ഇവിടെ പറഞ്ഞ് നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഭാഗത്താണ് ബി-ടെക്കിൻ്റെ ആ ഒരു പാട്ടൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലം. അപ്പോൾ ബി-ടെക് സിനിമ എന്ന് പറയുമ്പോൾ അതിലൊരു ഒരേ നില എന്ന് പറഞ്ഞ പാട്ടില്ല. അത് ഏകദേശം ബാംഗ്ലൂരിൽ നിന്നും നന്ദി ഹിൽസിലോട്ട് വരുന്ന മൊത്തം ഭാഗങ്ങളും, മൊത്തം എന്ന് വെച്ചാൽ ആ പാട്ടിൽ ഉൾപ്പെടുന്നത് ബാംഗ്ലൂരിൽ നിന്നുള്ള നന്ദി ഹിൽസിലുള്ളവരെ വഴിയും ഈ ഒരു ഭാഗമൊക്കെയാണ്. ആ പാട്ട് കാണാത്തവരൊന്ന് എടുത്തു നോക്കാം, നല്ലൊരു വൈബായിരിക്കും. നെഹ്റു നിലയം എന്ന് പറഞ്ഞിട്ട് ഒരു 2 കെട്ടിടത്തിൻ്റെ ഒരു ബിൽഡിംഗ് ഉണ്ട്. അപ്പം ഇവിടെ നെഹ്റു 1962 കാലഘട്ടത്തിൽ ബാംഗ്ലൂർ വന്നപ്പോൾ ഈ ഒരു സ്ഥലം വിസിറ്റ് ചെയ്തായിരുന്നു. അപ്പം കൊടുത്ത ഈ നെഹ്റു ഒപ്പീനിയൻ അബൌട്ട് ഹിസ് വിസിറ്റ് ടു നന്ദി ഹിൽസ് ഇൻ ബുക്സ്. അപ്പം പുള്ളിക്ക് നെഹ്റുയുടെ കയ്യെഴുത്താണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കണ്ടില്ല, 1962
ജൂലൈ മാസം 17-ാം തീയതി. ഇവിടെ ഫോട്ടോ ഷൂട്ടൊക്കെ നടന്നുകൊണ്ടായിരുന്നു. അവർ മാറി. അപ്പം ഇങ്ങോട്ടായിരുന്നു നമുക്ക് കയറി പോകാനുണ്ടായിരുന്നത്. അവരുടെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞെങ്കിൽ അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇവിടെ ഒരുപാട് നമുക്ക് ചെറിയ ചെറിയ ചെടികളും കാര്യങ്ങളൊക്കെ ഇവിടെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്നുണ്ട്. അപ്പം നെഹ്റു നില എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് എത്തി. അപ്പം ഇവിടെ ഈ ഒരു ബംഗ്ല ഏകദേശം സർ മാർക്ക് കബ്ബൻ പുള്ളിക്കാരനാണ് ഈ ഒരു ബംഗ്ല കെട്ടിയിട്ടുള്ളത്. അതായത് 1834 തൊട്ട് 1861 വരെ മൈസൂരിലെ കമ്മീഷണറായിരുന്നു ഈ ഒരു മാർക്ക് കബ്ബൻ എന്ന് പറഞ്ഞ ആൾ. അപ്പം അതായത് ബ്രിട്ടീഷ് അധികാരി. ആ സമയത്ത് പുള്ളിക്കാരൻ്റെ സമ്മർ ബംഗ്ലാവായിരുന്നു ഈ ഒരു കാണുന്ന നെഹ്റു നിലയ. അതിനുശേഷം 1962 നെഹ്റു വിസിറ്റ് ചെയ്ത ശേഷമാണ് നെഹ്റു നിലയ എന്ന് മാറിയിട്ടുള്ളത്. അതിനുശേഷം ഒരു പബ്ലിക് ഗസ്റ്റ് ഹൗസ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പം VIP റൂംസാണ് ഉള്ളത്. അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണെന്ന് തോന്നി ഇവിടെ താമസിക്കാൻ വേണ്ടി. ഇവിടെ തന്നെ നെഹ്റുയുടെ ഒരു സ്റ്റാച്ചു വെച്ചിരിക്കുന്നത് കാണാം നമുക്ക്. അത്യാവശ്യം ഭംഗിയേറിയ ഒരു ബംഗ്ലാവ് തന്നെ പറയാം. അവിടെ പിറങ്കിയുടെ 2 ലെഫ്റ്റും റൈറ്റായിട്ട് വെച്ചിട്ടുണ്ട് ഈ ഒരു ബംഗ്ലാവിൽ. അപ്പം ഇത് 1880 റിനോവേറ്റ് ചെയ്തിട്ടുണ്ടെന്നും ഇതിൽ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് സർ മാർക്ക് കബ്ബൻ എന്ന് പറഞ്ഞ ആളും. ഈ ഒരു പാർക്കിനോട് ചുറ്റും, അതായത് ഈ ഒരു ബംഗ്ലാവിടെ ചുറ്റും നമുക്ക് ഒരുപാട് പാർക്ക് സ്പേസ് കാണാം. നമുക്ക് ഒരുപാട് സസ്യങ്ങൾ പൂച്ചെടികളൊക്കെ ഉണ്ട്. അപ്പം ഒരുപാട് ഡെക്കറേറ്റ് ചെയ്തിട്ട് പല സംഭവങ്ങൾ ഇതിന് മുമ്പിൽ പാർക്കായിട്ട് ഇങ്ങനെ കാണാൻ സാധിക്കും. അത്യാവശ്യം ഇത് ഏത് ട്രീ ആണ്. പക്ഷേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബിൽഡിങ്, ബംഗ്ലാവാണ്. ബിൽഡിംഗ് എന്ന് പറഞ്ഞ് ഞാൻ ഇതിനെ അവമാനിക്കുന്നില്ല. അത്യാവശ്യം ഭംഗിയേറിയ ഒരു കാഴ്ചയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫുട് പാത്ത് ഉണ്ട്. ഇതിലൂടെ നമുക്ക് ഇങ്ങനെ നടന്ന് ചുറ്റും കാണാൻ സാധിക്കും. കണ്ടില്ല ആ ഒരു ബിൽഡിംഗ്. അത്യാവശ്യം തണുത്ത കാലാവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാണാനല്ല, അനുഭവിക്കാൻ സാധിക്കുന്നത്. ഇവിടെ തന്നെ ഒരു ഡോഗും ഉണ്ട്. ഇവിടെയുള്ള കാവൽക്കാരൻ്റെ ആരെങ്കിലും ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. ഇതിലൂടെ ആയിരിക്കും ചിലപ്പോൾ എൻട്രൻസ് ഇതിൻ്റെ ഉള്ളിലോട്ട് പോകാൻ വേണ്ടി. ഒരുപാട് നായകളുണ്ടല്ലോ. ചിലപ്പോൾ ഇവിടെ മെയിൻ്റെനൻസ് വർക്കൊക്കെ നടന്നുണ്ടാവും. എന്തോ ഒരു പ്രത്യേകതരം ഒരു മണം. അവിടെ ബാക്കിൽ നിന്നുള്ള കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ മെയിൻ്റെനൻസ് വർക്കൊക്കെ നടത്താൻ വേണ്ടി ഒരുപാട് സംഭവങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിങ്ങനെ കൊണ്ടുപോകണമല്ലോ. അപ്പോൾ ഒരു വൈറ്റ് ഒരു പെയിൻ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് നമുക്ക് ചുറ്റി കാണാൻ വേണ്ടിയുണ്ട്. ഈ ഒരു ഭാഗത്തു നിന്നാണ് ബിടെക്കിൻ്റെ ബിടെക് സിനിമയിൽ ആസിഫ് അലി അവരൊക്കെ ചാടി ഇറങ്ങി പോകുന്ന ഒരു ഷോട്ടുള്ളത്. ബാക്കിൽ നിന്നുള്ള വ്യൂ ആണ്. ബാക്കിലും ഫ്രണ്ടിലും ഒരുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. ഇവിടെ തന്നെ നന്ദിയുടെ ഒരു സ്റ്റാച്ചു ഇവിടെ വെച്ചിട്ടുണ്ട്, ഒരു വിഗ്രഹം. അപ്പം ഈ ഒരു ബിൽഡിങ്, അതായത് മൈസൂരിലെ കമ്മീഷണറായ കബ്ബന് വേണ്ടി കന്നിങ്ഹാമാണ്, അതായത് സെൻറ് മാർക്ക് ഫ്രാൻസിസ് കന്നിങ്ഹാമാണ് ഈ ഒരു ബിൽഡിംഗ് നിർമ്മിച്ചിട്ടുള്ളത്. 1880 കാലഘട്ടത്തിലാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നതാണ് അവിടെ ബോർഡിലൊക്കെ മെൻഷൻ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. പക്ഷേ രണ്ടാമത്തെ ബോർഡിലും എന്താ പറയുക, മൊത്തം ഒരു ഡേറ്റിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസമുണ്ട്. അപ്പം അവരും അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഏകദേശം ആ ഒരു ഡേറ്റ് ആയിരിക്കും എന്നാണ്. അപ്പം കൺഫർമേഷനായിട്ട് പറയാൻ പറ്റത്തില്ല എപ്പോഴാണ് എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് കാണാൻ സാധിക്കുന്നത്. അത്യാവശ്യം മനോഹരമായൊരു കെട്ടിടം തന്നെ. ഒരു ബംഗ്ലാവിടെ ചുറ്റുമുള്ള ഈ പൂച്ചെടികളൊക്കെ പറിച്ചാൽ 200 ഫൈൻ എന്ന് പറഞ്ഞിട്ട് അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇഷ്ടംപോലെ CCTV ക്യാമറാസൊക്കെ നമുക്ക് അവിടെ ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആസ്വദിച്ചുകൊണ്ട് നമ്മളിങ്ങനെ നടന്നാൽ മതി. ഒരുപാട് സീൻ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നത് ഓഫീസ് ഓഫ് സ്പെഷ്യൽ ഓഫീസർ. ഈ നന്ദി ഹിൽസിൻ്റെ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ എല്ലാ പരിപാടികളും ഉള്ള ഒഫീഷ്യലായിട്ടുള്ള ഓഫീസേഴ്സിൻ്റെ കെട്ടിടമാണ് അവിടെ കാണുന്നത്. പഴയൊരു കെട്ടിടമായിരിക്കും ചിലപ്പം. അത് ചിലപ്പം റിനോവേറ്റ് അതൊക്കെ ചെയ്തിട്ട് എടുത്തതായിരിക്കും. നെഹ്റു നിലയുടെ ഇവിടെ തന്നെ 2 പിറങ്കികൾ അവിടെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു ബംഗ്ലാവിടെ അടുത്തും 2 പിറങ്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് പൗസ് ചെയ്ത് വായിക്കാം. ഈ ഒരു ഇതിനെക്കുറിച്ച് സെൻറ് മാർക്ക് കന്നിങ്ഹാമാണ് ഈ ഒരു ബംഗ്ലാവ് പണിതിട്ടുള്ളത്. അപ്പം അത്യാവശ്യം ഈ പായലൊക്കെ പിടിച്ച ഷെയ്ഡ് വന്നിട്ടുണ്ട്. അപ്പോൾ പൗസ് ചെയ്ത് വായിക്കാം. ഉള്ളിലായിട്ട് ഒരുപാട് എന്താ പറയുക, ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട് ഈ മരത്തിൻ്റെ അടിയിൽ. അപ്പം കാറൊക്കെ ഇവിടം വരെ നമുക്ക് കൊണ്ടുവരാം. നമ്മളിവിടെ കോട്ടേജിൽ ബുക്കൊക്കെ ചെയ്യുവാണെങ്കിൽ K-Studiesൻ്റെ വെബ്സൈറ്റിൽ ബുക്ക് ചെയ്യണമെന്ന് തോന്നും. അപ്പോൾ ഇവിടെ നമുക്ക് വ്യൂ ആസ്വദിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയുള്ള ഒരുപാട് ഇരിപ്പിടങ്ങൾ നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കും. ഹിമാലയം സൈപ്രസ് എന്ന് പറഞ്ഞിട്ട് യൂറോപ്പിൻ്റെ ഒരു മരമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്.
അതായത് ഈ ഒരു ഭാഗത്ത് കുപ്പേജ് എന്ന് പറഞ്ഞ ഒരു അധികാരി, ബ്രിട്ടീഷ് അധികാരി ഇവിടെ കുപ്പേജ് പാർക്ക് എന്ന് പറഞ്ഞുണ്ട്. അപ്പം യൂറോപ്പിൽ നിന്ന് ഒരുപാട് സസ്യ ചെടികൾ ഇവിടെ വന്ന് നട്ടിട്ടുണ്ട്. അവിടെ ഒരുപാട് പാർക്ക് സംഭവങ്ങളുണ്ട്. അങ്ങോട്ട് നമുക്കിപ്പോൾ എൻട്രി ഇല്ല. അപ്പം അതിൻ്റെ ഒരു മരത്തിൻ്റെ ഒരു സംഭവമാണ് ഇവിടെ മെൻഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരുപാടുണ്ട്. ഈ പാർക്കിൽ നമുക്ക് ഒരുപാട് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് എവിടെ വേണമെങ്കിൽ ഇരുന്ന് നമുക്ക് വൈബ് ആസ്വദിക്കാം. പിന്നെ രാവിലെയൊക്കെ വന്നെങ്കിൽ മൊത്തം കോടമഞ്ഞായിരിക്കും. ഞാൻ അവിടെ നിന്ന് താഴെ നിന്ന് ഇറങ്ങി വരാൻ നേരത്ത്, അതായത് കയറി വരാൻ നേരത്ത് ഈ ഒരു മല മുകളിൽ കോടമഞ്ഞായിരുന്നു. കുറച്ച് അടുത്ത് വന്നപ്പോഴത്തേനും അത് മാഞ്ഞു പോയി. ഏകദേശം ഒരു 10-11 മണി വരെ മാത്രമായിരിക്കും ഈ ഒരു ഭാഗത്ത് കോടമഞ്ഞ് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം ഈ ഒരു കാലാവസ്ഥയായിരിക്കും കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിന്നാണ് ആ നന്ദി ഹിൽസിൻ്റെ മെയിനായിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റ് ഉള്ളത്, കണ്ടില്ല. അപ്പം ഇവിടെ നമുക്ക് ഒരുപാട് റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഫുഡ് എനിക്ക് അത്രയ്ക്കും പോരാന്നാണ് എനിക്ക് നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പം നിങ്ങൾ ഭക്ഷണമൊക്കെ താഴെ നിന്ന് കഴിച്ച് വരുവാണെങ്കിൽ കുറച്ച് ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് തന്നെയാണ് ആ ഒരു അമ്പലം ഉള്ളത്. ഏകദേശം 1100 വർഷം പഴക്കമേറിയ ആ ഒരു നന്ദീശ്വര ടെമ്പിൾ ഉള്ളത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ നമുക്ക് പഴയ കെട്ടിടത്തിൻ്റെ ഓരോ ഭാഗങ്ങളാണ് കാണുന്നത്. അപ്പം അവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ അത് പറഞ്ഞുതരാം. അപ്പം ഈ ഒരു വ്യൂ പോയിൻറ്റിൻ്റെ മുകളിലൂടെ നമുക്ക് കയറാം. വീക്കെൻഡിലൊക്കെ വരാൻ നേരത്ത് നമുക്കിവിടെ കാല് വെക്കാനുള്ള സ്പേസ് ഉണ്ടാവില്ല, കാരണം അത്രയ്ക്കും തിരക്കായിരിക്കും. ഇവിടെ കുറച്ച് ആൾക്കാർ അവിടെ നിൽപ്പുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കയറി വരാം. പിന്നെ കുരങ്ങിൻ്റെ ശല്യമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും, അതും കൂടെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ടാണ് മെയിനായിട്ടുള്ള ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിട്ട് ആൾക്കാർ തിരിച്ചു പോകാറുള്ളത്. ഇവിടെയും താഴെയായിട്ടും കണ്ടില്ലേ, താഴെ നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ നിൽക്കുന്ന കാണാം, ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട്. അപ്പം വലിയൊരു സ്റ്റാച്ചു ഒക്കെ ഉള്ളത് ആ ഒരു ഭാഗത്ത്, അങ്ങോട്ട് നമുക്ക് നടന്നു പോകാനുണ്ട്. പിന്നെ ടിപ്പുടെ ആർമറി സംഭവങ്ങളൊക്കെ അങ്ങോട്ടാണ് ഉള്ളത്. അപ്പം ഈ ഒരു റെസ്റ്റോറൻറ്റ്സിൻ്റെ ഒരു ഔട്ടിലുള്ള ആ ഒരു ഇരിപ്പിടങ്ങൾ അവിടെ കാണാൻ സാധിക്കും. അങ്ങോട്ട് എൻട്രി ഇല്ല, റെസ്റ്റോറൻറ്റ് പോകുന്നവർക്ക് മാത്രം തോന്നുന്നു. അപ്പോൾ ഇവിടെ അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാം. അല്ലേ, ഇവിടെ ഇരുന്നുകൊണ്ട് അത്യാവശ്യം ആ ഒരു വൈബൊക്കെ ആസ്വദിക്കാൻ പറ്റും. രാവിലെയൊക്കെ ആകുമ്പോൾ ഇവിടെ മൊത്തം കോടമഞ്ഞൊക്കെ കയറി ഒരു സെറ്റായിരിക്കും. അപ്പോൾ ഈ ഒരു താഴെയായിട്ട് നമുക്ക് നിരന്നിരുന്നിട്ട് ആസ്വദിക്കാൻ പറ്റും. കാരണം ഈ ഒരു ഭാഗത്ത് കാര്യമായിട്ടുള്ള സ്പേസ് ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഇവിടെ നിറഞ്ഞിരിക്കും. വീക്കെൻഡിൽ വരാൻ നേരത്ത്, ഞാൻ വീക്കെൻഡിൽ വന്നിട്ടില്ല, പക്ഷേ ഒരുപാട് ഫോട്ടോസൊക്കെ ഇപ്പോൾ കണ്ടപ്പം എനിക്ക് അങ്ങനെയാണ് കാണാൻ സാധിച്ചത്. ഈ കാണുന്നത് പഴയ ഒരു കെട്ടിടമാണ്, പക്ഷേ ഇതിനെക്കുറിച്ചുള്ള എവിടെയും ഒരു ഇതില്ല ഇൻഫർമേഷൻ, ഇതെന്താ എങ്ങനെയാണ്. പക്ഷേ കണ്ടിട്ട് എനിക്ക് അത്യാവശ്യം നല്ല പഴക്കമേറിയ ഒരു കെട്ടിടമാണ്. അപ്പോൾ അങ്ങ് ദൂരെ നമുക്ക് യോഗ നന്ദീശ്വര ടെമ്പിൾ കാണാം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ഞാൻ ഒറ്റയ്ക്ക് വന്നുകൊണ്ട് ഒറ്റയ്ക്ക് നിന്ന് ഫോട്ടോസൊന്നും കാര്യം എടുക്കാൻ പറ്റത്തില്ല. ഈ ഒരു ട്രൈപോഡ് വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്യണം. മാത്രമല്ല കാറ്റടിക്കുന്നുണ്ട്, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ഇല്ല അറിയില്ല. അപ്പം ഈ ഒരു അത്യാവശ്യം ഗ്രൗണ്ട് സ്പേസ് ഉണ്ട്. ഇതിലൂടെ ഇറങ്ങുന്ന കുറച്ച് ഡേഞ്ചർ, അപ്പോൾ നമുക്ക് സ്റ്റെപ്പിലൂടെ ഇറങ്ങാം, അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. പഴയ കെട്ടിടത്തിൻ്റെ ഓരോരോ ഭാഗങ്ങളാണ് കാണുന്നത്. ഇവിടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുക്കാറുണ്ട്. ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പറ്റുമോ എന്നറിയത്തില്ല, എന്നാലും നമുക്ക് നോക്കാം. നോ എൻട്രി ഒന്നും കൊടുത്തിട്ടില്ല. പഴയ ഒരു കോട്ടയുടെ ഒരു ഭാഗമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മുഴക്കമുണ്ട്, നമുക്ക് ഇവിടെ കാര്യമായിട്ടൊന്നും കാണാനില്ല, ഇത്രയൊക്കെ ഉള്ളൂ. ഇതൊക്കെ ഒരുപാട് പ്രൊട്ടക്റ്റഡ് ആയിട്ട് സംരക്ഷിക്കേണ്ട ഏരിയയാണ്. പക്ഷേ ഇവിടെ കണ്ടില്ല, വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടേക്കണേ. അതായത് നന്ദി ഹിൽസിൻ്റെ മെയിൻ ഒരു ഭാഗമാണ് മോശം. മെയിൻ്റെനൻസ് ഓരോരോ സ്ഥലത്ത് അത്രയ്ക്കും പോരാൻ തോന്നുന്നു. 1100 വർഷം പഴക്കമേറിയ ഒരു ക്ഷേത്രമാണ് അവിടെ കണ്ടുകൊണ്ടുള്ളത്. യോഗ നന്ദേശ്വര സ്വാമി ദേവാലയ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ടെമ്പിളിനെ കുറിച്ച് ഏകദേശം ഒരു കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ പൗസ് ചെയ്ത് വായിക്കാവുന്നുള്ളൂ. അപ്പോൾ 11th സെഞ്ച്വറിയിൽ ചോളാസാണ് ഈ ഒരു ടെമ്പിൾ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ശിവാജീൻ്റെ സണ്ണായ ശംഭാജി ഒക്കെ ഈ ഒരു നന്ദി ഹിൽസിൽ ഭരിച്ചിട്ടുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ കാണുന്ന ഈ ഒരു പോസ്റ്റ് ഓഫീസും പിന്നെ പോലീസ് സ്റ്റേഷനും ഉണ്ട്, രണ്ടും. അപ്പം ഈ ഒരു സാങ്കിസ് റൂംസ് ബ്രിട്ടീഷ് അധികാരികളാണ് പണിതിരിക്കുന്നത്. അതായത് ഇപ്പം നിലവിൽ അത് പോസ്റ്റ് ഓഫീസായിട്ടും പോലീസ് സ്റ്റേഷനായിട്ടാണ് ഇപ്പം പ്രവർത്തിക്കുന്നത്. മാത്രമല്ല ഈ ഒരു പോസ്റ്റ് ഓഫീസിൽ നിന്ന് നമ്മൾ അതിലിടുന്ന സീലെന്ന് വെച്ചാൽ ആ ഒരു ഇതെന്ന് വെച്ചാൽ നന്ദിയുടെ ആ ഒരു എംബ്ലം ആയിരിക്കും. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ അതുകൊണ്ടുകൊണ്ട് ഞാനിപ്പം ഈ ഒരു അമ്പലത്തിൻ്റെ മതിലിൻ്റെ പുറത്തിലൂടെ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പാർക്കെട്ട് കണ്ടില്ലേ, അതായത് ഈ ഒരു അമ്പലത്തിൻ്റെ ബാക്ക് സൈഡാണ്. ഇവിടെ നമുക്ക് പോലീസ് ഒരു ഔട്ട് പോസ്റ്റ് ഉണ്ട്, നന്ദി ഹിൽസിലെ പോലീസ് ഔട്ട് പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ബിൽഡിങ് കാണാം. അപ്പം അവിടെ ആയിട്ട് ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വീവിങ് ഷെൽട്ടറും കൂടെ ഉണ്ട് ഇവിടെ കണ്ടില്ലേ. ശരിക്കും ഇതിനെന്താ പറയുന്നതെന്ന് അറിയത്തില്ല.
ഭദ്രതയാണ്. കുറച്ച് എന്താ പറയുക, ഡീപ്പായിട്ടുള്ള ഒരു കൊക്കയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ വലിയ രീതിയിൽ ഫെൻസിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ ടിപ്പുടെ ഒരു ഡ്രോപ്പ് പ്ലേസ് ആണ്. ഇത് ടിപ്പുനെ ഡ്രോപ്പ് ചെയ്തിട്ട് പോകുന്നതല്ല. അപ്പോൾ കുറ്റവാളികളെ നല്ല രീതിയിൽ കാറ്റടിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലേ എന്നറിയില്ല. കുറ്റവാളികളെ ഈ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് താഴോട്ട് വിടുമായിരുന്നു. മൊത്തത്തിൽ പറഞ്ഞ ഒരു എന്താ പറയുക, കൊലപാതകം. അതായത് കുറ്റവാളികളെ അപ്പോഴത്തെ ഇതെന്ന് വെച്ചാൽ ടിപ്പ് ഡ്രോപ്പ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഹൈദർ ഡ്രോപ്പ് എന്ന് പറഞ്ഞ സംഭവം കൂടെ ഉണ്ട്. അതായത് കുറ്റവാളികളെ ഇവിടെ നിന്ന് ഉന്തി താഴോട്ടിടുക, കൊലപ്പെടുത്തുക, അങ്ങനെയായിരുന്നു സംഭവങ്ങളൊക്കെ. അങ്ങനെയാണ് ടിപ്പ് ഡ്രോപ്പ് എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലത്തിന് പേര് വന്നിരിക്കുന്നത്. മാത്രമല്ല ബിടെക് സിനിമയിലെ പല ഷോട്ടും ഈ ഒരു ഭാഗത്ത് നടന്നു പോകുന്ന കൂട്ടൊക്കെ ഷൂട്ട് ചെയ്ത ഒരു ഭാഗം കൂടെയാണ് ഇത്. അപ്പോൾ മൊത്തം പാറക്കല്ലാണ് ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ഈ പാറക്കല്ലിൻ്റെ മുകളിൽ ഒരു സ്മാരകത്തിലോട്ടാണ് പോകുന്നത്. അത്രയ്ക്കും ആ ഒരു രോചകമായ ഒരു സംഭവം, ആ ഒരു കഥയ്ക്കുള്ള ഒരു സ്മാരകമാണ്. അങ്ങോട്ട് ലക്ഷ്യമിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരുപാട് പൈൻ മരങ്ങളൊക്കെ നിൽക്കുന്നതാണ്. അങ്ങോട്ടാണ് നമുക്ക് പോകാനുള്ളത്. അപ്പോൾ ഇവിടെ ആ നന്ദീശ്വരം എന്ന് പറഞ്ഞാൽ ആ അമ്പലമൊക്കെ ഈ ഭാഗത്ത് കാണാം. ഇവിടെ ഒരുപാട് ആൾക്കാർ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന കാണാം. അപ്പോൾ നമുക്ക് ഈ പാറക്കല്ലിലൂടെ നമുക്ക് നടന്ന് ആ ഭാഗത്തോട്ട് പോകാം. ഒരുപാട് ട്രീ ബ്ലോക്സ് കാണാം. അതായത് ട്രീ ഹൗസസ് പോലെ താമസിക്കാൻ പറ്റാവുന്ന കൂട്ടല്ല, നമുക്ക് നടന്ന് ഇരിക്കാൻ പറ്റാവുന്ന കൂട്ടുള്ള ട്രീ ഹൗസസ് കാണാം. ഒന്നിനൊന്ന് ഇത് കണക്റ്റഡ് ആണ്. വലിയ രീതിയിൽ മെയിൻ്റെനൻസ് ഇല്ല. അവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും നടന്നുകൊണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറാം. മാത്രമല്ല ഇതിൽ കുറച്ച് സ്ലിപ്പറിയാണ്. കാരണം നമ്മളെ ഇട്ടിരിക്കുന്ന ചെരുപ്പിൻ്റെ മുകളിലായിരിക്കും. കാരണം മരം കൊണ്ടുണ്ടാക്കിയ ഒരു ബേസ്മെൻ്റ് ആയിരിക്കും. നമുക്ക് മുകളിലോട്ട് കയറാം. ഇവിടെ നമുക്ക് ഈ വഴിക്കറ നമുക്ക് കയറാം. ആദ്യം നമുക്ക് കയറുമ്പോൾ ഇരുമ്പിൻ്റെ ഒരു സ്റ്റെപ്പാണ് കാണാൻ സാധിക്കുന്നത്. അപ്പം ഈ ഒരു സ്ഥലം ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. കണ്ടില്ല, വുഡും കൊണ്ടുള്ള ബേസാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് കുറച്ച് സ്ലിപ്പറിയാണ്. കാരണം മഞ്ഞൊക്കെ പെയ്ത് നിൽക്കുമ്പോൾ വെള്ളം ഉണ്ടാവുമല്ലോ, അപ്പോൾ തന്നെ ഉള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ നല്ല ഫ്രെയിം അല്ലേ, കണ്ടില്ലേ? ഒരുപാട് ട്രീയുടെ ചുറ്റും നമുക്ക് ഇതേക്കൂട്ട് ട്രീ ഹൗസസ് കാണാം. അവിടെയൊക്കെ ഗ്ലാസും കൊണ്ട് ഇതാക്കിയിട്ടുണ്ട്. പക്ഷേ വലിയ രീതിയിൽ മെയിൻറ്റെയിൻസ് ഒക്കെ ചെയ്യുന്നില്ല. പിന്നെ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളും ഉണ്ടാക്കാറുണ്ട്. ഈ മരത്തിന് ചുറ്റും ഇങ്ങനെ ഫെൻസ് ചെയ്തിട്ടാണ് ഒരു കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. പക്ഷെ എന്നാലും ചില വൃത്തികെട്ട പരിപാടികളൊക്കെ ഇവിടെ ചെയ്ത് വെച്ചിട്ട് അതാണ്. അപ്പം ഒരുപാട് ഫോട്ടോഷൂട്ടുകളൊക്കെ നടന്നുണ്ട്. അവിടെ ഒരു വെഡ്ഡിങ് ഷൂട്ടും നടന്നുണ്ട്, കണ്ടില്ലേ? അപ്പം ഇത് ഒന്നിനൊന്ന് കണക്റ്റഡ് ആണ്. നമുക്ക് നടന്ന് കണ്ടില്ലേ ഇങ്ങനെ അടുത്ത ഒരു ഷെൽട്ടറിലോട്ടും പോവാം. പിടിച്ച് നടന്നില്ലെങ്കിൽ തെന്നാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് പിടിച്ച് നടക്കുന്നതായിരിക്കും കുറച്ചുകൂടെ സേഫ്. ഇവിടെ നമുക്ക് വീക്ക് ഡേയ്സ് ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ തിരക്ക് കാണാൻ സാധിക്കുന്നില്ല. തിരക്കുണ്ടെങ്കിൽ ഈ ഭാഗത്തൊക്കെ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഈ ഒരു ബേസ്മെൻറ്റ് കണ്ടില്ലേ, കുറച്ച് വട്ടമായിട്ട് വെക്കുവാണെങ്കിൽ ഈസിയാണ്. പക്ഷേ ഇത് സ്ലിപ്പറിയാണ്. കുറച്ച് ക്രോസ് വെക്കുവാണെങ്കിൽ ഗ്രിപ്പായിട്ട് നിന്നേനെ. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ അവിടെ തെന്നി വീണിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഈ ഒരു നദി ഹിൽസിലുണ്ട്. ഇവിടെ ആൾമോസ്റ്റ് ഉള്ള ഈ ഒരു ട്രീയുടെ ആ ഒരു ഷെൽട്ടറൊക്കെ ഒന്നിനൊന്ന് കണക്റ്റഡാണ്. പക്ഷേ ചിലത് മാത്രം സിംഗിളായിട്ട് നിൽക്കുന്നു. അത്യാവശ്യം ഭംഗിയേറിയ ഒരു ഇതാണ്. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലമാണ്. മാത്രമല്ല അവിടെ ഫോട്ടോഷൂട്ടൊക്കെ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് കാണാം നമുക്ക്. അപ്പോൾ ഈ വഴി നമുക്ക് ഇറങ്ങി താഴോട്ട് പോകാം. ഈ ഒരു ഭാഗത്ത് സോഫിയ ഗാരറ്റ് പിന്നെ ജോൺ ഗാരറ്റ് എന്ന് പറഞ്ഞ രണ്ട് വ്യക്തികളുടെ, അതായത് ബ്രിട്ടീഷ് അധികാരികളുടെ ഒരു കല്ലറ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ചുറ്റും ഒരുപാട് നോക്കി, പക്ഷെ ഒന്നും കാണാൻ പറ്റുന്നില്ല. എവിടേക്കോ കാടിൽ മറഞ്ഞു കിടക്കുവാണ്. ഇതൊക്കെ കാര്യമായിട്ട് ഇവർ സംരക്ഷിക്കുന്നില്ല എന്നൊരു സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം കൂടെ ഉണ്ട്. ബാംഗ്ലൂരിലെ ഏറ്റവും പഴയ സെൻട്രൽ കോളേജ് ഉണ്ടല്ലോ, ആ സെൻട്രൽ കോളേജിൻ്റെ ആദ്യത്തെ പ്രിൻസിപ്പലായിരുന്നു ഈ ഒരു ജോൺ ഗാരറ്റ് എന്ന് പറഞ്ഞ വ്യക്തി. ആ ഒരു ജോൺ ഗാരറ്റിൻ്റെ വൈഫാണ് ഈ ഒരു സോഫിയ ഗാരറ്റ്. 1843 വെസ്ലിൻ മിഷൻ പ്രസിൻ്റെ അണ്ടറിൽ ഭഗവത്ഗീതയെ കന്നഡയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരു ആദ്യത്തെ ഒരു വ്യക്തിയാണ് ഈ ഒരു ജോൺ ഗാരറ്റ് എന്ന് പറഞ്ഞ ആൾ. 1873 10ാമത്തെ ചാമരാജ ഒഡെയർ, അതായത് മൈസൂർ സംസ്ഥാനത്തിലെ 10ാമത്തെ ചാമരാജ ഒഡെയറും ഈ ഒരു ജോൺ ഗാരറ്റും സോഫിയ ഗാരറ്റിൻ്റെ കയ്യിൽ നിന്ന് ഒരു പ്രോപ്പർട്ടി ബൈ ചെയ്യും ആ സമയത്ത്. അതാണ് ഇപ്പം നമ്മൾ കാണുന്ന ഈ ഒരു ബാംഗ്ലൂർ പാലസ്. ഈ ഒരു പ്രോപ്പർട്ടി മുൻപ് ഇവരുടെ പേരിലാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ചാമരാജ ഒഡെയർ അവർ ബൈ ചെയ്തിട്ട് ഇപ്പോഴത്തെ ഈ ഒരു മഹൽ, അതായത് മുൻപുണ്ടായിരുന്ന ആ ഒരു മഹൽ ഇപ്പോഴത്തെ ഈ ഒരു ബാംഗ്ലൂർ പാലസ് ആയിട്ട് മാറിയിരിക്കുന്നത്. ഇവിടെ സോഫിയ ഗാരറ്റ് പിന്നെ ജോൺ ഗാരറ്റ് എന്ന് പറഞ്ഞ രണ്ടുപേരുടെ ഒരു സ്മാരകം ഉണ്ടായിരുന്നു. ഞാൻ കുറേ അന്വേഷിച്ച് നടന്നു ഈ ഒരു ഭാഗത്ത്, പക്ഷെ എവിടെയും കാണാനില്ല. അത് കണ്ടിട്ട് അതിൻ്റെ ഒരു സ്റ്റോറി പറയാമെന്ന് വിചാരിച്ചു.
നന്ദി ഹിൽസിൻ്റെ മേൽഭാഗത്തായിട്ട് നമുക്ക് ഇവിടെ ഒരു വാട്ടർ ATM ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സൺറൈസിൻ്റെ വ്യൂ പോയിൻ്റ് ഇവിടെ തന്നെ നമുക്ക് KSTDCൻ്റെ ആ ഒരു ബസ് കാണാം. ഈ ഒരു ബസ്സിൽ നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ആ ബസ്സിൽ നമുക്ക് കയറി വരാവുന്നേ ഉള്ളൂ. അപ്പം 2 ബസ് പ്രവർത്തിക്കുന്നതുകൊണ്ട് വീക്കെൻഡിൽ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ മാത്രമല്ലാതെ ഇഷ്ടംപോലെ ചെറിയ ചെറിയ കടകളൊക്കെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു റെസ്റ്റോറൻറ്റ്, അതായത് പൈൻ ടോപ്പ് എന്ന് പറഞ്ഞ ആ ഒരു റെസ്റ്റോറൻറ്റിൽ അത്രയ്ക്കും ഫുഡ് പോരാന്നുള്ള അഭിപ്രായങ്ങളുമുണ്ട്. ചിലപ്പോൾ ഇപ്പോൾ മാറിയിട്ടുണ്ടാവും, അപ്പം ലേറ്റസ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. പക്ഷേ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഫുഡൊക്കെ താഴെ നിന്ന് കഴിച്ച്, ഇല്ലെങ്കിൽ പാർസൽ കൊണ്ടായിട്ട് നിങ്ങൾ പ്ലാസ്റ്റിക് അവിടെ ഇവിടെ ഇടാണ്ട് പ്രോപ്പറായിട്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഈ ഒരു വൈബൊക്കെ ആസ്വദിച്ച് നമുക്ക് ഇവിടെ വൈകുന്നേരം വരെ നമുക്ക് ഇരിക്കാം, ഒരു കുഴപ്പമില്ല. മാത്രമല്ല നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് 4 മണിക്കോ 5 മണിക്കോ എപ്പോൾ പുറപ്പെട്ടാലും ഇവിടെ ഓപ്പൺ ആവുന്നത് 6 മണിക്കാണ്. അപ്പോൾ രാവിലെ പുറപ്പെടുന്നുണ്ട് ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ട്രാഫിക് ഒന്ന് ഒഴിവാക്കി കിട്ടും. രാവിലെ 6 മണിക്ക് തുറക്കുന്ന ഈ ഒരു നന്ദി ഹിൽസിൻ്റെ ആ ഒരു ഗേറ്റ് വൈകുന്നേരം 6 മണി വരെയാണ് ഓപ്പൺ ഉള്ളത്. മാത്രമല്ല ഈ ഒരു KSTDCൻ്റെ ഈ ഒരു മയൂര എന്ന് പറഞ്ഞ ഈ ഒരു കോട്ടേജിലൊക്കെ താമസിക്കണമെന്നുണ്ടെങ്കിൽ, മാത്രമല്ല ആ ഒരു ഗാന്ധി നിലയ ഇല്ലെങ്കിൽ നെഹ്റു നിലയ ഇവിടെയൊക്കെ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. നെഹ്റു നിലയ കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും ഗാന്ധി നിലയ നമുക്ക് എഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റിൽ നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു എൻട്രി ചെയ്യുന്ന സമയത്ത് നമുക്ക് 6 മണിക്ക് മുമ്പ് തന്നെ ഇവിടെ എൻട്രി ചെയ്യണം വൈകുന്നേരം, ഈ ഒരു കോട്ടേജിലൊക്കെ താമസിക്കുകയാണെങ്കിൽ നമ്മൾ. അത് മാത്രമല്ലാതെ നിങ്ങൾ ക്യാഷായിട്ട് കയ്യിൽ കയറുന്നത് കുറച്ച് നല്ലതായിരിക്കും. കാരണം ഇവിടെ പല ഭാഗത്തുമായിട്ട് നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്നിടത്ത് കുറച്ച് ബുദ്ധിമുട്ടും. അപ്പോൾ നമുക്ക് ട്രക്ക് ചെയ്ത് മുകളിലോട്ട് കയറി വരാനും പറ്റും, മാത്രമല്ലാതെ വണ്ടിയിൽ നമുക്ക് കയറി വരാൻ പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു മൊത്തത്തിലൊരു രാവിലത്തെ ഒരു മഞ്ഞിൽ നിറഞ്ഞ ആ ഒരു വൈബൊക്കെ ആസ്വദിക്കാൻ പറ്റും. മാത്രമല്ല മഞ്ഞ് മാറിപ്പോയെങ്കിലും നമുക്ക് ആ ഒരു തണുത്ത കാലാവസ്ഥയായിരിക്കും ഈ ഒരു ഭാഗത്തൊക്കെ. പൈൻ ഡ്രോപ്പ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ്സിന് പേര് വന്നിരിക്കും. ചിലപ്പം ഇവിടെ ഒരുപാട് പൈൻ മരങ്ങളുള്ളതുകൊണ്ടായിരിക്കും പൈൻ ടോപ്പ് എന്നോ ഈ റെസ്റ്റോറൻറ്റ്സിന് പേരിട്ടേക്കണേന്ന് തോന്നുന്നു എനിക്ക്. അവിടെ പൈൻ മരങ്ങളും ഓക്ക് ട്രീസൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അത്യാവശ്യം തണുത്ത ക്ലൈമറ്റാണ്. ഈ മഞ്ഞ് വീണ വെള്ളമാണ് ഇവിടെ കാണുന്നത്, കണ്ടില്ലേ? ഒരു തണുത്ത കാലാവസ്ഥ. ഇവരിപ്പോൾ ഒച്ചയിൽ സംസാരിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക എന്താണെന്ന് വെച്ചാൽ ഇവരിവിടെ എവിടെയോ ഒരു മൂർക്കം പാമ്പിനെ കണ്ടു എന്നാണ് പറയുന്നത്. ഈ ഭാഗത്ത് ഉണ്ടാവും, തണുപ്പല്ലേ. അപ്പം സൂക്ഷിച്ചൊക്കെ വരും ആ കാട്ടിൻ്റെ ഉള്ളിലൊക്കെ നിങ്ങൾ കയറി പോകാൻ നേരത്ത്. അപ്പം ഈ വഴി പോകണ്ട, അവിടെ പാമ്പുണ്ടെന്ന് പറഞ്ഞാൽ ആ കുറച്ച് പയ്യന്മാർ അതിലൂടെ പോകുന്നുണ്ട്, കണ്ടില്ലേ? അപ്പോൾ നമ്മൾ ഈ വഴി ഇറങ്ങി പോവാണ്. ഞാനിപ്പം കുപ്പേജ് പാർക്കിനെ ലക്ഷ്യമിട്ട് താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ചുറ്റി കറങ്ങി കാണാനുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കാണുന്ന സ്റ്റെപ്പ് ഞാൻ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു കാട്ടിൻ്റെ ഉള്ളിലാണ്, കണ്ടില്ലേ? ഇവിടെ ആരുമില്ല. അപ്പം നമുക്ക് സൈലൻ്റായിരുന്ന കിളികളൊക്കെ ഇലയ്ക്കുന്ന ശബ്ദം നമുക്ക് കേൾക്കാം. അപ്പോൾ ഇവിടെ ആയിട്ട് കാണുന്നതാണ് കുപ്പേജ് പാർക്ക്. ഇതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് പ്രവേശനമില്ല, പക്ഷേ എന്നാലും ഞാൻ ഷൂട്ട് ചെയ്തിട്ട് ഈ സംഭവം ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന്. കർണൽ കുപ്പേജ് എന്ന ബ്രിട്ടീഷ് അധികാരി ഏകദേശം 1740 കാലഘട്ടത്തിലാണ് ഈ ഒരു ബാംഗ്ലൂരിലോട്ട് വിസിറ്റ് ചെയ്യുന്നത്. ആ സമയത്ത് നന്ദി ഹിൽസ് വന്ന സമയത്താണ് ഇവിടെയുള്ള ആ ഒരു അന്തരീക്ഷം, ആ ഒരു സംഭവങ്ങളൊക്കെ മനസ്സിലാക്കി യൂറോപ്പിൽ നിന്നും കൊണ്ടുവന്ന പല ചെടികളും ഇവിടെ നട്ടിട്ടുണ്ട്. അതാണ് ഇപ്പോൾ മരങ്ങളായിട്ട് ഇങ്ങനെ എത്രയും ഭംഗിയായിട്ട് ഇവിടെ നിൽക്കുന്നത്. ഏകദേശം 250 തൊട്ട് 300 വർഷം പഴക്കമുള്ള ഒരു ഫോറസ്റ്റ് ഏരിയയാണ് ഈ കാണുന്നത്. ഇവിടെ നമുക്ക് പബ്ലിക്കിന് എൻട്രി ഇല്ല. ഈ കാണുന്ന കുളം നന്ദി ഹിൽസിലെ ഓൾഡസ്റ്റ് വാട്ടർ സോഴ്സാണ്. മൈസൂരിലെ ദിവാനായ സർ മിർസ ഇസ്മായിലാണ് ഈ ഒരു വാട്ടർ സോഴ്സ്, അതായത് ഈ ഒരു ലേക്കിൻ്റെ അമൃത സരോവർ എന്ന് പറയുന്ന ഈ ഒരു സംഭവം റിനോവേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു നന്ദി ഹിൽസിൽ നമുക്കൊരു ആർമറി കാണാം. അതായത് ടിപ്പു സുൽത്താൻ്റെ ആയുധങ്ങളൊക്കെ സൂക്ഷിച്ച് വെച്ചുകൊണ്ടിരുന്ന ആ ഒരു ആർമറി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് ഞാൻ തിരിച്ചിറങ്ങുവാണ്. കാരണം സമയം ഒരുപാട് വൈകി, മാത്രമല്ല നല്ല രീതിയിൽ വിശപ്പുമുണ്ട്. അങ്ങനെ പുറത്തോട്ട് ഇറങ്ങി വന്നിട്ട് ആദ്യം നോക്കി എൻ്റെ വണ്ടി അവിടെ തന്നെ ഉണ്ടോ എന്നാണ്. അപ്പോൾ വണ്ടി അവിടെ ഉണ്ട്. അപ്പം വീക്കെൻഡിലൊക്കെ ഇവിടെ മൊത്തം റഷ് ആയിരിക്കും. നമ്മളിപ്പോൾ കയറി വന്ന വഴിയാണ് താഴെ കാണുന്നത്, കണ്ടില്ലേ? അപ്പോൾ ചെറുതായിട്ട് മഴ പൊടിഞ്ഞു തുടങ്ങി. അങ്ങനെ ഇങ്ങനെ സൈഡിൽ ഇവിടെ നിർത്തിയേക്കുവാണ്. അപ്പോൾ പിന്നെ നന്ദി ഹിൽസിലെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുന്നു. അപ്പോൾ ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് നോക്കിയപ്പം ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ എവിടെ എന്താണെന്ന് ഒരു പിടിയില്ല. ഞാൻ ഒരുപാട് അന്വേഷിച്ചിട്ടു ആ സ്മാരകമൊക്കെ.
അപ്പോൾ ഒന്നും കാണാൻ സാധിച്ചില്ല. അപ്പോൾ ആൾമോസ്റ്റ് എല്ലാം ഞാൻ കവർ ചെയ്തു. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ മഴ ചെറുതായിട്ട് പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പം നന്ദി ഹിൽസിലെ ആ ഒരു കോട്ടയുടെ ഭാഗത്താണ് ഇപ്പം നിർത്തിയിരിക്കുന്നത്. അപ്പം ഇവിടെ റോഡ് താഴെ കാണാം, നമുക്ക് കയറി വന്ന റോഡാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ചെറുതായിട്ട് മഴ പൊടിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒന്നാമത് തണുപ്പാണ്. ഇനി മഴ കൂടെ പെയ്തെങ്കിൽ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റ.